പാപമോചന ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഐതിഹ്യമനുസരിച്ച് മരണശേഷം അവർ എല്ലാ ലൗകിക സുഖങ്ങളും നേടുകയും സ്വർഗത്തിൽ ഒരു സ്ഥാനം നേടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ പാപമോചന ഏകാദശിയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മാസത്തെ പാപമോചന ഏകാദശി ഈ വർഷത്തിലെ 2024 ഏപ്രിൽ 5-ാം തീയതി ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസമാണ് നമ്മൾ ആചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഏകാദശി തുടങ്ങുന്നത് 2024 ഏപ്രിൽ 4-ാം തീയതി വൈകിട്ട് 4:14 ഏകാദശി തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഏകാദശിയുടെ സമാപനം ഏപ്രിൽ 5-ാം തീയതി ഉച്ചയ്ക്ക് 1:28 ഏകാദശിയുടെ ദിവസം വെളുപ്പിനെ തന്നെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പൂജാ റൂമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മഹാവിഷ്ണുവിനെ പൂജ ചെയ്യുക. നിങ്ങൾക്ക് മഹാവിഷ്ണുവിന് പുഷ്പങ്ങൾ, മാലകൾ, നാളികേരം, ഗംഗാജലം, മഞ്ഞ, ചന്ദനം, വെറ്റില, മാതളം, കായ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയും നെല്ലിക്ക, ഗ്രാമ്പു, മഞ്ഞ കളറുള്ള മധുര പലഹാരങ്ങൾ എന്നിവ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശേഷം ഏകാദശിയുടെ സങ്കല്പം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടിയോ നിങ്ങൾക്ക് ഏകാദശിയുടെ ഫലം നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പം ഉണ്ടെങ്കിൽ ഏകാദശി വ്രതം എടുക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ മുന്നിൽ നിങ്ങൾക്ക് സങ്കല്പം എടുത്തതിന് ശേഷം ഏകാദശി വ്രതം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു വ്രതം എടുത്താലും നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പമുണ്ട്. സങ്കല്പം നിങ്ങൾക്ക് സങ്കല്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ സങ്കല്പം ഒന്നുമില്ലാത്ത കൂടുതൽ പ്രായം ചെന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വൈകുണ്ഠ പ്രാപ്തിക്ക് വേണ്ടിയും നിങ്ങൾക്ക് സങ്കല്പം എടുത്ത് നിങ്ങൾക്ക് വ്രതം തുടങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, നാരായണീയം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഏകാദശി ദിവസം നിങ്ങൾ ഒരു പ്രാണിയെ പോലും നിങ്ങൾ ദ്രോഹിക്കുകയോ നിങ്ങളുടെ കാരണവശാൽ അത് ചത്തുപോകാനോ ഇടവരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏകാദശി വ്രതത്തിൽ അബദ്ധത്തിൽ പോലും അരി ആഹാരം കഴിക്കരുത്. ഓക്കെ. കാരണം ഈ ദിവസം അരി കഴിക്കുന്ന ആൾ അടുത്ത ജന്മത്തിൽ നിറമുള്ള ജീവികൾ ജനിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ ഈ പ്രത്യേക ദിനത്തിൽ ഉള്ളി, വെളുത്തുള്ളി മുതലായ താമസിക ഭക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ മാംസവും മദ്യവും കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. അത് ഏകാദശി അല്ല, എപ്പോഴും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ദിവസം ശാരീരിക ശുദ്ധിയും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസം മുടി, താടി, നഖം എന്നിവ മുറിക്കാൻ പാടുള്ളതല്ല. അത് ഉപവാസത്തിന് ഒരു ദിവസം മുമ്പോ ശേഷമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏകാദശി വ്രതാനുഷ്ഠാന ദിനത്തിൽ ആത്മീയ ശുദ്ധിയോടുകൂടി തന്നെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ ആരോടും ദേഷ്യപ്പെടുകയോ മനസ്സിൽ വിദ്വേഷം വളർത്തുകയോ ചെയ്യരുത്. ഏകാദശിയുടെ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി എപ്പോഴും പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ. ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ ആരാധനയുടെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾ അന്നത്തെ ദിവസം ആരുടെ പറ്റി ദുഷിച്ച കാര്യങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യുന്നത് നല്ല കാര്യമല്ല. അതുപോലെ തന്നെ ഏകാദശിയുടെ ദിവസം നിങ്ങൾക്ക് പകൽ സമയം ഉറങ്ങാതിരിക്കുക. കഴിയുന്നതും നിങ്ങൾ നാമജപത്തോടു കൂടി നിങ്ങൾ ഏകാദശിയുടെ ദിവസം നിങ്ങൾക്ക് ആചരിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ശാരീരിക സുഖം അനുസരിച്ച് നിങ്ങൾക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വെള്ളം കുടിച്ച് മാത്രം, പിന്നെ ഫലങ്ങളും ഒക്കെ കഴിച്ച് മാത്രവും, പിന്നെ സാബുദാന പോലുള്ള കിച്ചടികളൊക്കെ ഒരു നേരം മാത്രം കഴിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭഗവാന്റെ നാമജപത്തോടു കൂടി തന്നെ നിങ്ങൾ കഴിയാൻ നോക്കണം. ഓക്കെ. അപ്പം വൈകിട്ട് വീണ്ടും നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധിയായി നിങ്ങൾക്ക് വീണ്ടും പൂജ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാം. അതിന് അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. എന്നു വെച്ചാൽ ഭഗവാൻ നമ്മളെ അങ്ങനെ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് അങ്ങനെ ശിക്ഷിക്കത്തൊന്നുമില്ല. നമുക്കറിയാവുന്ന
അറിയാവുന്നതുപോലെ ചെയ്യുക. ഏറ്റവും കൂടുതൽ നമുക്ക് നിഷ്ഠയാണ് വേണ്ടത്. ഭഗവാനിൽ നമ്മളെ മനസ്സ് അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ദിവസം പാരണ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:05-നും 8:40-നും ഇടയിലാണ് നിങ്ങൾക്ക് പാരണ നടത്തേണ്ട സമയം. ഓക്കെ. അതുപോലെ തന്നെ ഹരിവാസര സമയം അവസാനിക്കുന്നത് ഏപ്രിൽ 5-ാം തീയതി, അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 6:41-നാണ് ഹരിവാസര സമയം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക. പാപമോചനി ഏകാദശി വ്രതം എടുത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നും എല്ലാം മുക്തി പ്രാപിക്കുക. അപ്പോൾ ഇത്രമേ ഉള്ളൂ ഏകാദശി വ്രതത്തിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു.